ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം 11:30 ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. കിടന്നത് 4 മണിക്കാട്ടോ. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് മക്കളെ എൻ്റെ ലൈഫ്. തലതിരിഞ്ഞ ജീവിതം. ഇനിയിപ്പോൾ എഴുന്നേൽക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുളിക്കണം, വരയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി. അപ്പോൾ രണ്ടാമത്തെ വരയിലേക്ക് പിന്നെ 4 മണി 3 മണി ഈ സമയത്തൊക്കെയാണ് പിന്നെ വരയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഉറക്കത്തിലേക്ക് പോവുക. സ്വാമി ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മളിവിടെ ചിക്കനും മീനൊന്നും മേടിക്കാറില്ല കേട്ടോ. മുട്ടയുണ്ട്. മുട്ട പിന്നെ വെജിറ്റേറിയൻ ആക്കി ഞങ്ങൾ തന്നെ അങ്ങ് കണക്കാക്കി. കാരണം ഒന്നും ഇല്ലാണ്ട് അവർക്ക് പോവില്ല. അവനെടുക്കും വീട്ടിൽ വന്ന് പോവുക എന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പീരീഡ്സിൻ്റെ പേടി കൊണ്ട്. പക്ഷെ ആയിട്ടില്ല. ഡിസംബർ 1 ആയിരിക്കും. ഒരാഴ്ച മുൻപോട്ട് എന്ന് പറയുമ്പോൾ ഡിസംബർ 1 എനിക്ക് ഏകാദശി കൂടാനും പറ്റിയില്ല. അതും പോട്ടെ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ കിടക്കുന്ന ടൈം മാത്രം എടുത്തിട്ട് എഴുന്നേൽക്കുന്ന സമയം നിങ്ങളോട് പറയാതിരുന്നാൽ ശരിയാവുമോ? ആവില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എഴുന്നേറ്റ് തന്നെ അമ്പലത്തിലൊരു പിരിവിന് വേണ്ടിയിട്ട് ബെല്ലടിച്ചതാണ്. ഇവർക്കൊക്കെ സൈലൻ്റായിട്ട് വന്ന് പിരിവ് വാങ്ങിപ്പോയിക്കൂടെ? അങ്ങനെ എഴുന്നേറ്റതാട്ടോ. അല്ലെ കുറച്ചും കൂടി അവിടെ കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ്. ഇന്നെൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരുന്നുണ്ട്. അതും ആൺ സുഹൃത്ത്. ഈ ആൺ സുഹൃത്തുക്കൾ നമുക്ക് ഈ പെൺകുട്ടിയൊക്കെ ഉണ്ടാവുമ്പം എല്ലാവരും എന്താ ഇമോഷനായിട്ട് കാണുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറ. നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ ആണുങ്ങൾ? ചോദിച്ചതാട്ടോ. അവനെൻ്റെ ആൺ സുഹൃത്ത് എന്ന് പറയുന്നതിനെക്കാട്ടിലും എൻ്റെ അനിയനെന്ന് പറയേണ്ടി വരും. അപ്പം നിങ്ങൾ ചോദിക്കും, അരുണല്ലാതെ നിനക്ക് വേറൊരു അനിയനോ? അതെ, അരുണല്ലാതെ വേറൊരു അനിയൻ. അപ്പോൾ ഞങ്ങളുടെ കുടുംബം അങ്ങനെ നിൽക്കുന്നതാണ്. അവൻ്റെ അമ്മയായാലും ഞാനായാലും അവനായാലും. ഇവൻ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മരണ വീട്ടിൽ പോയി എന്ന് പറയുന്നത്. അവിടെ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണുള്ളത്. അടുത്ത 4ാമത്തെ മകൾ എന്ന് പറയുന്നത് അത് ഞാനാണ്. അവിടെ അവന് എന്തെങ്കിലും വയ്യായി വരുമ്പോഴേക്കും ഞാൻ ഓടിച്ചെല്ലും. അതാ അവൻ്റെ വീട്ടിൽ വരുന്നൊരു പെൺ സുഹൃത്താണ്. എന്നിട്ട് അവൻ്റെ അച്ഛനും അമ്മക്കോ എന്തുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കണ്ണിനാണ് പ്രശ്നം. കാണുന്ന കാഴ്ചകൾ നമ്മൾ 2 പേരും, ഇപ്പോൾ ഞാനും ഈ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയും 2 പേരും കാണുന്നത് ഒരേ കാഴ്ചയാണ്. നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ സ്ക്രീനിലേക്ക് ഈ മൊബൈലിൻ്റെ അകത്തേക്കാണ് നോക്കുന്നത്. ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്, നിങ്ങൾ കാണുന്നത് എന്നെയാണ്. അപ്പം കാണുന്ന കണ്ണിൻ്റെ ഒരു മാറ്റങ്ങളാണത്. ഞാൻ ഐഫോണിൽ കാണുന്നു, ചിലപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡിൽ കാണുന്നുണ്ടാവും. അങ്ങ് മിററിൻ്റെ അകത്ത് വരെ എന്നെ കാണുന്നുണ്ട്. ഒരാൾ ഒരേ സമയം ഒരേ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഒരേ ആംഗിളിലല്ല നോക്കുക, 2 ആംഗിളിലായിട്ടാണ് നോക്കുക. ഒരാൾ കാണുന്ന രീതിയായിരിക്കില്ല മറ്റേ ആൾ കാണുക. രണ്ടും ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ ബാംഗ്ലൂർ ഡേയ്സിൽ ഒരു ഡയലോഗില്ലേ, ദുൽഖർ ചോദിക്കുന്നത് എന്ത് എല്ലാം ഒരേ മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അവൾ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരേ മോഡൽ ബിൽഡിംഗ് ആണെങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ പല രീതിയിലുള്ള കാഴ്ചകളാണ് കാണുകയെന്ന്. അതാണ് സൗഹൃദം. നല്ല രീതിയിലും എടുക്കാം, മോശ രീതിയിലും എടുക്കാം. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എന്ന് വെച്ചാൽ പെൺകുട്ടികളോട് അടുപ്പം കൂടുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൺകുട്ടികളോടാണ് അടുപ്പം കൂടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും അത് വേറെ എന്തോ ദുരുദ്ദേശം വെച്ചിട്ടാണ്. അങ്ങനെ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. നമുക്ക് ഏറ്റവും സേഫ് നമുക്ക് പറയാനും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക വിഷമങ്ങൾ പറയാനും സങ്കടങ്ങൾ പറയാനും
ഒക്കെ ഏറ്റവും സേഫ് ആൺപിള്ളേരാണ്. പെൺപിള്ളേർ എന്താ ചെയ്യാന്നറിയോ? സ്പോട്ടിന് എടി അവക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടോലേ എന്ന് ജസ്റ്റ് അടുത്താളെ വിളിച്ച് പറയും. പക്ഷെ ആൺകുട്ടികൾ അത് ചെയ്യൂല. ആൺകുട്ടിക്ക് എത്ര കാലം വേണമെങ്കിലും മനസ്സിലൊരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റും. പെൺകുട്ടികൾക്കത് പറ്റൂല. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും സൗഹൃദം ആൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. ഞാനും അങ്ങനെ തിരഞ്ഞെടുത്ത. പിന്നെ ഞാൻ ഇറങ്ങാൻ വിചാരിച്ച ഫീൽഡും ആണുങ്ങൾ മാത്രമുള്ളൊരു ഫീൽഡിലേക്കാണ്. ഇപ്പോൾ കുറേ പെൺകുട്ടികൾ ആ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സിലെ പണി എന്ന് പറയുന്നത് ആ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ സൗഹൃദങ്ങൾ കൂടുതലും ആൺകുട്ടികളുമായിട്ട് തന്നെയാണ് ആ ഫീൽഡിൽ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഈ സൗഹൃദത്തെ ഇങ്ങനെ മോശമായിട്ട് കണക്കാക്കുന്ന ചിലവരോട് നിങ്ങളുടെ സുഹൃത്ത് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഫാത്തിമ, അല്ലെ എനിക്ക് ബിന്ദു, എനിക്ക് രമണി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കുണ്ടാവും ഒരു പെൺ സുഹൃത്ത്. അതവർ ചിന്തിക്കില്ല. എന്നാലോ ജസ്നിക്ക് ആൺകുട്ടികൾ സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അതാണ് മക്കളെ നമ്മുടെ സമൂഹം. അപ്പോൾ ഏതൊക്കെയായാലും ഞാൻ ഈ നേറ്റ് ഫ്രഷായിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് വരച്ചുണങ്ങാൻ വെച്ചിട്ട് വേണം എനിക്കൊന്ന് കോഴിക്കോട് പോകാനും. മൈജിയിൽ ചെറിയൊരു ഫോൺ എടുക്കണം. ഇവ കായ്ച്ചക്ക് ഫോൺ എടുക്കേണ്ട സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വഭാവമുണ്ട്. ഇത് വലിയ ഫോണൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇത് ചെറിയൊരു ഫോൺ എടുക്കുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ ഫോണും കൊണ്ടിട്ടാണ് അവർ കളിക്കുന്നത്. എൻ്റെ ഫോണിലേക്ക് വരുന്ന കോളും മെസ്സേജൊക്കെ അറിയാതെങ്ങാനും അവർ കൈതട്ടി എടുത്തു പോയാൽ എൻ്റെ കർത്താവേ പറയണ്ട, ആ ദിവസം ആ പിള്ളേരുടേത് പോയി എന്ന് കൂട്ടിയാൽ മതി. അങ്ങനത്തേതാണ് വരുന്നത്. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ, ക്ലാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാം. എനിക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കാൻ അറിയാത്തതില്ല ഉള്ളൂ കേട്ടോ. അവർ നന്നായിട്ട് ഉപയോഗിക്കും. കാരണം ഉമ്മാക്കും വാപ്പാൻ്റെയൊക്കെ കയ്യിൽ ആൻഡ്രോയിഡാണുള്ളത്. അതുകൊണ്ട് മാക്സിമം ഒരു 10 രൂപ അത്രേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ആ ഒരു റേഞ്ചിൽ വരുന്നൊരു ഫോൺ മേടിക്കണം എന്നുള്ളത്. മൈജി നമ്മൾ സ്ഥിരം അവിടെ നിന്നാണല്ലോ മേടിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് കരുതി അതിനൊന്ന് പോകണം. അതിന് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം വേണം പോകാൻ. ടൈമിങ് ആയില്ലേ ഗൈസ്? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്ന സലീം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.